ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ വരുന്ന കിച്ചൺ വർക്ക് ഏരിയ വരുന്ന സ്വിച്ച് ബോർഡുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇതായിട്ട് മെയിനായിട്ട് വരുന്ന കിച്ചണിൻ്റെ മെയിൻ എൻട്രൻസിൽ വരുന്ന സ്വിച്ച് ബോർഡുകളാണ്. ഇത് മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് മാസ്റ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ സ്വിച്ച് വന്നിരിക്കും മാസ്റ്ററിൽ തെളിയുന്ന ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ട് പിന്നെ പുറത്ത് ലൈറ്റ് മാസ്റ്ററിൽ തെളിയാൻ വേണ്ടിയിട്ട് 2 ട്യൂബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഗുലേറ്റർ, പിന്നെ അല്ലാത്ത രീതിയിൽ ഒരു എക്സോസ്റ്റ്, പിന്നെ ഒരു നോർമൽ ലൈറ്റ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ആ 2 സ്വിച്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്നത് മാസ്റ്ററിൽ തെളിയാനുള്ള വേണ്ടിയിട്ടാണ്. മാസ്റ്റർ സ്വിച്ച് നമ്മൾ റൂമിൽ നിന്ന് ഓൺ ആക്കുന്ന സമയത്ത് കിച്ചണിൽ മാസ്റ്റർ ലൈറ്റ് തെളിയാൻ വേണ്ടിയിട്ടാണ് മാസ്റ്ററിൻ്റെ 2 സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ നമ്മൾ 2 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് സാധാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. 16 ആംസിൻ്റെ പ്ലഗും നോർമൽ 10 ആംസിൻ്റെ പ്ലഗുമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മോഡികളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 6 മോഡികളുടെ ബോക്സിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് അറിയണം താല്പര്യം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൻ്റെ കബോർഡും അതുപോലെ തന്നെ സ്ലാബും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ സൈഡിൽ ഒരു മിക്സിയോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ഒരു പവറും സാധാ ഒരു ഇൻ്റർനാഷണൽ പ്ലഗും കൂടി കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഇൻ്റർനാഷണൽ പ്ലഗിന് കൊടുത്തിരിക്കുന്നത് ഒരു 10 ആംസിൻ്റെ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗിന് 16 ആംസിൻ്റെ പ്ലഗ്, 16 ആംസിൻ്റെ പ്ലഗ്, 16 ആംസിൻ്റെ പ്ലഗിന് പവർ ആംസിൻ്റെ തന്നെ സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിക്കേഷനുള്ള ടൈപ്പ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്വിച്ച് എന്ന് ഉദ്ദേശിച്ച് 2 പ്ലഗ് സോക്കറ്റ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കിച്ചണിലാണ് അത്യാവശ്യം മിക്സി, ഇൻഡക്ഷൻ കുക്കറൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ സ്ലാബിനോട് സൈഡിൽ നിന്ന് നമുക്ക് 2 പവർ പ്ലഗെങ്കിലും നമ്മൾ അത്യാവശ്യമാണ്. 2 പവർ പ്ലഗ് ഈ നോർമൽ പ്ലഗെങ്കിലും മിനിമം നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അടുത്ത വർക്ക് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ ഏരിയയാണ്. സിങ്കിൻ്റെ ഏരിയയിൽ നമ്മൾ തൊട്ടടുത്ത് സിങ്കിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് 3 ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ വെള്ളം, അതായത് ചൂടുവെള്ളം വരുന്നത്, പിന്നെ ഡയറക്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ കിണറിൽ നിന്ന് വരുന്ന മോട്ടർ അടിക്കുന്ന സമയത്ത് കിണറിൽ നിന്ന് വരുന്ന വെള്ളം, അങ്ങനെ 3 ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് കിണറിൻ്റെ അടുത്ത് സിങ്കിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ DP സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മോട്ടറിൻ്റെ സ്വിച്ച് DP ആണ് കൊടുക്കുന്നത്. ഫേസ് ന്യൂട്രൽ കട്ടാൻ വേണ്ടിയിട്ട് DP സ്വിച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പവർ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ പവർ പ്ലഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ DP സ്വിച്ചും കൊടുത്തിട്ടുണ്ട്, ഒരു പവർ പ്ലഗും കൂടി കൊടുത്തിട്ടുണ്ട്. അത് സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റവും നല്ലത് മോട്ടറിൻ്റെ സ്വിച്ച് ഏറ്റവും കൊടുക്കാൻ നല്ലത് സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൻ്റെ മെയിൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയയിൽ വരുന്ന സ്വിച്ച് ബോർഡാണ് വരുന്നത്. ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 മാസ്റ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് 2 ട്യൂബ് സ്വിച്ച്, ഒന്ന് മുകളിലെ ട്യൂബ് ലൈറ്റും പുറത്തെ ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അത് മാസ്റ്ററിൽ തെളിയേണ്ട ലൈറ്റുകൾ, അതായത് നമ്മൾ റൂമിൽ നിന്ന് മാസ്റ്റർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പുറത്തെളിയേണ്ട ലൈറ്റുകൾക്കാണ് എല്ലാ ട്യൂബ് സ്വിച്ചുകളും നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു നോർമൽ ലൈറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു പ്ലഗ് സ്വിച്ച് വരുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന കിച്ചണിൽ വരുന്ന അത്യാവശ്യം വേണ്ട സ്വിച്ച് ബോർഡും അതിൻ്റെ കാര്യങ്ങളും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.